ഇന്ത്യയിൽ നിന്നും ട്രേഡ് ചെയ്യുമ്പോൾ ബ്രോക്കറിൽ മെയിൻലി ഈ രണ്ട് സെഗ്മെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഇക്വിറ്റി, കൊമോഡിറ്റി. ഇത് രണ്ടും എന്താണ്, ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, നമുക്ക് പറ്റുന്നത് ഏതാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് ഇക്വിറ്റി സെഗ്മെന്റ് എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ലിസ്റ്റഡ് കമ്പനീസിന്റെ ഷെയർസുമായാണ്. റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ് പോലെയുള്ള കമ്പനികളുടെ ഷെയർസ് വാങ്ങി വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഇതിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് NSE, BSE മുതലായ സ്റ്റോക്ക് എക്സ്ചേഞ്ചസിലാണ്. അപ്പോൾ എന്താണ് കൊമോഡിറ്റി സെഗ്മെന്റ്? ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഗോൾഡ്, സിൽവർ, ക്രൂഡ് ഓയിൽ മുതലായ കൊമോഡിറ്റികളിലാണ്. ഇവയുടെ ഗ്ലോബൽ സപ്ലൈ ഡിമാൻഡ് കാരണം ഉണ്ടാകുന്ന പ്രൈസ് മൂവ്മെന്റ്സിനെ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശം. ഇത് മെയിൻലി നടക്കുന്നത് MCX പോലെയുള്ള എക്സ്ചേഞ്ചസിലാണ്. ഇനി ഇതിൽ ഏതാണ് നമുക്ക് നല്ലതെന്നുള്ളത് നോക്കാം. നിങ്ങൾ ലോങ് ടേമിലേക്ക് സമാധാനമായി ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി സെഗ്മെന്റ് ആയിരിക്കും ബെസ്റ്റ്. ഇവിടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ കൂടാതെ ഡിവിഡൻഡും കിട്ടും. നമുക്ക് ചുറ്റുമുള്ള കമ്പനീസിന്റെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ബിഗിനേഴ്സിന് കാര്യങ്ങൾ മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും. നിങ്ങൾ ഷോർട്ട് ടേമിൽ മൊമെന്റം ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഉപയോഗിക്കാം. കൊമോഡിറ്റിയിൽ ഗ്ലോബൽ സപ്ലൈ ഡിമാൻഡ് കാരണം ഉണ്ടാകുന്ന മൂവ്മെന്റ് ആയതുകൊണ്ട് കുറച്ചധികം മൊമെന്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒത്തിരി ആളുകൾ ലോങ് ടേമിൽ സ്റ്റേബിൾ റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടി ഇക്വിറ്റിയും ഇൻട്രാഡേയിൽ ക്വിക്കായിട്ട് റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊമോഡിറ്റിയും ഒരുമിച്ച് യൂസ് ചെയ്യാറുമുണ്ട്. ഇനി ഇതൊക്കെ മാറ്റിവെച്ച് ടൈം ഓഫ് ട്രേഡിങ്ങും കൂടെ ഉപയോഗിച്ച് നമുക്ക് തീരുമാനമെടുക്കാം. 9:15 AM to 3:30 PM വരെ മാത്രമേ നമുക്ക് ഇക്വിറ്റി സെഗ്മെന്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കൊമോഡിറ്റി മാർക്കറ്റ് രാത്രി 11:30 മണി വരെ ഉണ്ട്. അപ്പോൾ രാവിലെ ബിസി ആയിരിക്കുന്ന ആൾക്കാർക്ക് ഈവനിങ് കൺവീനിയന്റ് ആയി കൊമോഡിറ്റി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഏത് സെഗ്മെന്റ് യൂസ് ചെയ്താലും നന്നായി പഠിച്ച് ചെയ്യണം. കാരണം രണ്ടിലും അതിൻ്റെതായുള്ള രീതിയിലുള്ള റിസ്ക് ഉണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.